ഫിഫ ലോകകപ്പിൽ വിജയത്തോടെ തുടങ്ങാനിറങ്ങിയ പോർച്ചുഗലിന് സമനിലക്കുരുക്ക് 56 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പ് കളിച്ച ഡിയർ കോങ്കോ പോർച്ചുഗലിനെ 1-1 സമനിലയിൽ തളച്ചു. ലോകകപ്പിലെ ആദ്യ ഗോളും ആദ്യ പോയിന്റും നേടി കോങ്കോ ചരിത്രം എഴുതുകയും ചെയ്തു. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ നിറം മങ്ങിയതാണ് പോർച്ചുഗലിന് തിരിച്ചടിയായത്. അതേസമയം കരുത്തരുടെ പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് ഉജ്ജ്വല വിജയം സ്വന്തമാക്കി. ഹാരി കെയ്ന്റെ ഇരട്ട ഗോൾ മികവിൽ 2-4 ഗോളുകൾക്കാണ് ക്രൊയേഷ്യയെ തകർത്തത്. എൽദോ ഉണ്ട് വിശദാംശങ്ങളുമായി. എൽദോ, ആദ്യം പോർച്ചുഗലിന്റെ മത്സരത്തിലേക്ക് വരുമ്പോഴേക്കും റൊണാൾഡോ ഫ്രെയിമിൽ പോലും ഇല്ലാതിരുന്ന സാഹചര്യം. രണ്ടാം പകുതിയിൽ 2-3 അവസരങ്ങളൊക്കെ കിട്ടി, അതും ഹാഫ് ചാൻസസ് ആയിരുന്നു. അത് റൊണാൾഡോ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല, പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിൽ മെസ്സിക്ക് ഹാട്രിക്കും കൂടെ കിട്ടിയിരുന്ന സാഹചര്യത്തിൽ. ലയണൽ മെസ്സിയും എംബാപ്പയും തകർത്ത് വാരിയ ഒരു ലോകകപ്പിന് ആദ്യ മത്സരത്തിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇങ്ങനെ നിറമങ്ങിപ്പോയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 67-71 മിനിറ്റുകളിൽ ഏറെക്കുറെ ഗോളെന്നുറപ്പിക്കാൻ സാധിക്കുന്ന വിധത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലുള്ള ഒരു താരത്തിന് ഹാഫ് ചാൻസസ്, അത് പകുതി അവസരങ്ങൾ പോലും അർദ്ധാവസരങ്ങൾ പോലും ഗോളാക്കി മാറ്റുന്നതിൽ ഗംഭീരമാക്കുന്ന റൊണാൾഡോ പക്ഷേ ഇന്നലെ അതിൻ്റെ 7 അയലത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ പോർച്ചുഗലിനെ സംബന്ധിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഫോമില്ലായ്മ, അതിനേക്കാൾ ഉപരി മിഡ്ഫീൽഡ്, യൂറോപ്യൻ ഫുട്ബോൾ ഇപ്പോഴത്തെ ഫോം പരിശോധിച്ചാൽ ഏറ്റവും മികച്ച മിഡ്ഫീൽഡ് പോർച്ചുഗലിൻ്റെതാണ് എന്ന് വാഴ്ത്തപ്പെട്ടിരുന്നു. പക്ഷേ ഇന്നലെ ബ്രൂണോ ഫെർണാണ്ടസിന്റെ നിറമങ്ങിപ്പോകുന്ന സാഹചര്യം, ബ്രൂണോ ഫെർണാണ്ടസ് പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഒരു മിഡ്ഫീൽഡ് എഞ്ചിനായി വർത്തിക്കാത്തതാണ് ഏറ്റവും വലിയ തിരിച്ചടിയായത് പോർച്ചുഗലിന്. കാര്യമായി മുൻവേറ്റത്തിലേക്ക് പന്തെത്തിക്കാൻ അവർക്ക് സാധിക്കാതെ പോയി മിഡ്ഫീൽഡർമാർക്ക്. അതാണ് പോർച്ചുഗലിന്റെ പതിവ് കളിശൈലി തന്നെ മാറ്റിക്കൊണ്ടാണ് ഇന്നലെ കോങ്കോയ്ക്കെതിരെ കളിക്കാൻ ഇറങ്ങിയത്. കോങ്കോ ആവട്ടെ ചരിത്രം എഴുതുകയായിരുന്നു. ലോകകപ്പിൽ ആദ്യമായി അവർ ഗോൾ നേടി, ആദ്യമായി അവർ പോയിന്റ് സ്വന്തമാക്കി. അങ്ങനെ പോർച്ചുഗലിനെതിരെ, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെതിരെ അവർ ഒരു പോയിന്റ് നേടി സമനില പിടിച്ചു എന്നുള്ളതാണ്. ഇനി ഈ മത്സരത്തിന്റെ ഗോൾ ടൈം നോക്കിയാൽ ആദ്യം തന്നെ പോർച്ചുഗലിന്റെ ആക്രമണത്തോടു കൂടിയാണ് തുടങ്ങിയത്. പോർച്ചുഗലിന്റെ ആക്രമണത്തിൽ ആദ്യം കോങ്കോ ഭയക്കുകയും ചെയ്തു. അത് തന്നെ മുതലെടുത്ത് പോർച്ചുഗൽ വളരെ വേഗത്തിൽ 5-ാം മിനിറ്റിൽ തന്നെ അവർ സ്കോർ ചെയ്യുകയും ചെയ്തതാണ്. ജാവോ നെവസിന്റെ ഗോള് 5-ാം മിനിറ്റിൽ എത്തിയപ്പോൾ എല്ലാവരും കരുതി ഇത് പോർച്ചുഗലിന്റെ ഒരു ഗോൾ വേട്ടയായിരിക്കും, വലിയ തോതിൽ ഗോൾ മഴ പെയ്യുമെന്ന്. പക്ഷേ പിന്നീട് അങ്ങോട്ട് പോർച്ചുഗലിന് ഒരു തരത്തിലും കോങ്കോയ്ക്കെതിരെ കോങ്കോയുടെ പ്രതിരോധം മറികടന്ന് കടക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ആ പ്രതിരോധ പൂട്ട് പൊളിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 67-73 മിനിറ്റുകളിൽ റൊണാൾഡോയുടെ ഷോട്ട് പോസ്റ്റിന് മുകളിലൂടെ പറന്നു പോകുന്ന കാഴ്ചയായിരുന്നു. അത്രമാത്രം സുപരിചിതമല്ല റൊണാൾഡോയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ക്ലിനിക്കലായി ഫിനിഷ് ചെയ്യുന്ന റൊണാൾഡോയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പോരാട്ടം. ഇനി രണ്ടാം മത്സരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ആവേശകരമായിട്ടുള്ള പോരാട്ടം അവിടെയായിരുന്നു. ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും. ഇംഗ്ലണ്ട് ഒരു ലോകകപ്പ് വീണ്ടും നേടാമെന്നുള്ള മോഹത്തിൽ എത്തുമ്പോൾ ക്രൊയേഷ്യ അവരുടെ മുൻകാല പ്രകടനങ്ങൾ ആവർത്തിക്കാമെന്ന് കരുതി. പക്ഷേ ലൂക്ക മോഡ്രിച്ചിന്റെ സംഘത്തെ 4-2 കീഴടക്കി ഹാരി കെയ്നും ടീമും. ഹാരി കെയ്നാണ് ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടത്. അതൊരു പെനാൽറ്റിയിലൂടെയായിരുന്നു. ആദ്യം എടുത്ത പെനാൽറ്റി അത് ക്രൊയേഷ്യൻ ഗോൾ കീപ്പർ അത് തട്ടി അകറ്റിയതാണ്. പക്ഷേ ആ ഗോൾ ലൈൻ കടന്ന് മുന്നോട്ട് വന്നിരുന്നു ഗോൾ കീപ്പർ. അതുകൊണ്ട് റഫറി റീടേക്ക് അനുവദിച്ചു. ആ സമയം ലിവാക്കോവിച്ചിനെ മറികടന്ന് ഹാരി കെയ്ൻ അത് ഗോൾ സ്വന്തമാക്കി ഇംഗ്ലണ്ടിന് ആദ്യ ഗോൾ നൽകുകയും ചെയ്തു. പിന്നാലെ 36-ാം മിനിറ്റിൽ ബെട്ടുറീന ക്രൊയേഷ്യയ്ക്ക് സമനില നൽകിയതാണ്. പക്ഷേ അവിടെയും കളി അവസാനിക്കുന്നില്ല. ഒരു 6 ഗോൾ പിറക്കുന്ന പോരാട്ടമായിരുന്നു അത് എന്നുള്ളത് കാണികൾ അപ്പോഴും വിശ്വസിച്ചിരുന്നില്ല, പ്രതീക്ഷിച്ചിരുന്നില്ല. 42-ാം മിനിറ്റിൽ ഹാരി കെയ്ൻ തന്നെ ഇംഗ്ലണ്ടിന്റെ ലീഡ് ഉയർത്തുകയും ചെയ്തു. പക്ഷേ ഇഞ്ചുറി ടൈമിൽ, ആദ്യ പകുതിയിലെ ആഡ് ഓൺ ടൈമിൽ ക്രൊയേഷ്യ വീണ്ടും സമനില പിടിക്കുന്നു. അവിടെ മൂസ ഗോൾ നേടുകയാണ്. അങ്ങനെ ഒപ്പത്തിനൊപ്പം പോരാട്ടമായി പ്രതീക്ഷിച്ചു രണ്ടാം പകുതി. രണ്ടാം പകുതിയിൽ ഇംഗ്ലണ്ട് കസറിയപ്പോൾ അവിടെ റാഷ്ഫോർഡ് 85-ാം മിനിറ്റിലും ജൂഡ് ബെല്ലിംഗാം 47-ാം മിനിറ്റിലും ഇംഗ്ലണ്ടിന് വേണ്ടി സ്കോർ ചെയ്തു. അങ്ങനെ ഒരു ഗോൾ മഴ പെയ്ത 6 ഗോളുകൾ പിറന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ക്രൊയേഷ്യയെ തകർത്താണ് ഗംഭീരമായിട്ടുള്ള തുടക്കമിട്ടത്. ലോകകപ്പിൽ തൊട്ടു മുമ്പ് നടന്ന ഘാന പനാമ മത്സരത്തിൽ ഘാന എതിരില്ലാത്തൊരു ഗോളിന് ജയിക്കുകയും ചെയ്തു. ഹാരി, ഇംഗ്ലണ്ട് ആരാധകരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരിക്കും. ഹാരി കെയ്നും ജൂഡ് ബെല്ലിംഗാമും സബ്ബായിട്ട് വന്ന മാർക്കസ് റാഷ്ഫോർഡും ഒക്കെ ഗോൾ അടിച്ച ഒരു ദിവസം. അങ്ങനെ 4-2 ഇംഗ്ലണ്ട് ജയിക്കുകയും ചെയ്തു. എൽദോ ആണ് വിശദാംശങ്ങൾ നൽകിയത്.